ഹിന്ദു ഫാസിസ്റ്റ് സംഘടനയുടെ രൂപീകരണം 1925 ആണ്. അതിനുശേഷം ഗാന്ധിവധത്തോടുകൂടി അവർ പിന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലെത്തി. അതിനുശേഷം അവർ പുനർജീവനം നടത്തിയത് എല്ലാ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും കൂട്ടുപിടിച്ചാണെന്ന് ഞാൻ സംശയിക്കുന്നു. സമ്പൂർണ്ണ വിപ്ലവ കാലം തൊട്ട് ബീഹാറിലും കൂടെ വന്ന് ഇന്ത്യയൊട്ടാകെ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി പല പല രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും അവർ ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്ന് ആർക്കും തന്നെ മാറി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇതേപോലെ എത്തിയത്. അത് ഇന്ത്യ ചരിത്രം നോക്കുമ്പോഴത്തേക്ക് ഭരിച്ചവരും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും എല്ലാം അതിൽ പങ്കാളിത്തമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും ഇന്ത്യ നമ്മുടെ ഭരണഘടന തന്നെയാണ് നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അവതാരകൻ പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുക തന്നെയാണ്. ഇനിയും ആ ഭരണഘടന തന്നെ ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഭരണഘടനയെ തന്നെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് സമയത്ത് തന്നെ ചെയ്ത ഒരു കാര്യം, നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ഭരണഘടനയ്ക്ക് ഉറപ്പുണ്ടാവുള്ളൂ എന്നാണ്. ഇന്ത്യയിൽ സംഭവിച്ചത്, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ജഡ്ജ്, ചീഫ് ജസ്റ്റിസ് ഇവരായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ചുമതല ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം തന്നെ ചീഫ് ജസ്റ്റിസിനെ മാറ്റുകയും ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്ക് അതിനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലം ആണ് വളരെ ശാന്തമായി ഇവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറികളെന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും മറ്റ് രാജ്യങ്ങളിലുള്ള പോലത്തെ, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പോലത്തെ ഒരു ഫാസിസ്റ്റ് ഇതല്ല ഇത്. നേരത്തെ പ്രതീക്ഷ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും ജാതീയമായ ഒരു ഇതുണ്ട്. ഒരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. അത് ബ്രാഹ്മണിക്കൽ സംവിധാനം തന്നെയാണ് അതിനെ ഭരിക്കുന്നത്. അത് അവർ അല്ലാതെ എത്രത്തോളം പറഞ്ഞാലും. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഡോക്ടർ മോനികദാസിൻ്റെ ഈ ചില വീക്ഷണത്തിനോട് ഞാൻ യോജിക്കുന്നു. അഭിനന്ദനം.